ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇതൊരു വല്ലാത്ത കാലമാണ്. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന കാലം. സോഷ്യൽ മീഡിയയിൽ നല്ലതും ചീത്തയും ഒക്കെയുണ്ട്. എങ്കിൽ ഇന്നത്തെ നമ്മുടെ യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ ഒക്കെ നോക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പലരും വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരം ആളുകളെ വിശ്വാസ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ മതബോധനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുഡ്നസ് പാരിഷ് മീറ്റ് സീറോ മലബാർ മലങ്കര ലത്തീൻ റീത്തുകളിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതകളെ ഓരോ ദേവാലയത്തിൽ നിന്നും ഒപ്പിയെടുത്ത് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ പ്രത്യേകതകൾ കാണുവാനും തിരിച്ചറിയുവാനും മൂല്യഭൂതമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗുഡ്നസ് പാരിഷ് മീറ്റ് ഓരോ ദേവാലയത്തിലേക്കും കടന്നു വരുന്നത്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കരിപ്പാശ്ശേരി സെയിൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിലാണ്. ദേവാലയത്തിനകത്ത് ഇപ്പോൾ മതാധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ഒക്കെയുണ്ട്. നമുക്ക് ദേവാലയത്തിന് അകത്ത് പ്രവേശിച്ച് കൂടുതൽ കാര്യങ്ങളെ തിരിച്ചറിയാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത കരിപ്പാശ്ശേരി സെയിൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ മദ്ബഹയുടെ മുൻപിലാണ്. ദേവാലയത്തിനകത്ത് ഇപ്പോൾ മാതാപിതാക്കളും മതാധ്യാപകരും കുട്ടികളും ഒക്കെയുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ആദ്യത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് അറിയേണ്ടത്. നമുക്ക് നോക്കാം. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഒരാൾക്ക് ഒന്ന് തയ്യാറാകാമോ? അവിടെ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട്. ഒന്ന് കടന്നു വരൂ. ഒരു നല്ല കയ്യടി കൊടുത്തേ. കടന്നു വരുന്നയാൾക്കൊരു നല്ല കയ്യടി കൊടുത്തേ. കടന്നു വരൂ. എൻ്റെ അടുത്ത് ഒരാൾ എത്തിയിട്ടുണ്ട്. പേരൊന്ന് പറഞ്ഞേ. എൻ്റെ പേര് പൗലോസ്, വീട്ടുപേര് കാവാലിപ്പാടൻ. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കരിപ്പാശ്ശേരി ഇടവകയിൽ വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിശ്വാസ പരിശീലനം. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ പരിശീലിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ ഉണ്ട്. വിശ്വാസം എന്നുള്ളത് നമ്മൾ ഒത്തിരി മാർക്ക് കിട്ടുന്നതിനോ അല്ലെങ്കിൽ അവർ മറ്റ് തലങ്ങളിൽ പോയിട്ട് അവരുടെ ആ പഠന നിലവാരത്തിൻ്റെ കഴിവ് തെളിയിക്കുന്നതിനുള്ള ഒന്നായിട്ട് മാറാതെ, ഞാൻ പറയാൻ കാരണം ഒരുപക്ഷെ സ്കോളർഷിപ്പിനും അതുപോലെ വലിയ മാർക്കിനും ഒക്കെ പ്രാധാന്യം കൊടുക്കാതെ വിശ്വാസത്തിന്, അതായത് മത്സരത്തിന് പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സമീപനമാണ് വേണ്ടത്. ഇവിടെ നിന്ന് പഠിച്ചു പോയ പല കുട്ടികളും വിദേശ രാജ്യങ്ങളിൽ സേവനം ചെയ്യുമ്പോൾ ആ മേഖലകളിലൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ അവർ മുൻപന്തിയിലാണ്. ആയിരിക്കുന്ന മേഖലയിൽ ഒരുപക്ഷെ അവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളത്, മനുഷ്യ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്കോ അവർ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ അറിയിക്കാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇവിടെയുള്ള എല്ലാ മതാധ്യാപകർക്കും ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, അവരുടെ നിസ്വാർത്ഥ സേവനത്തിന് എല്ലാ വിധത്തിലുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വളരെ മനോഹരമായിട്ടാണ് വർഗീസ് സാറ് പറഞ്ഞു വെച്ചത്. ഏറ്റവും നന്നായിട്ട് ഇവിടുത്തെ വിശ്വാസ പരിശീലനം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം, മത്സരത്തിനപ്പുറം മനുഷ്യത്വമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനായിട്ട് നമ്മുടെ വിശ്വാസ പരിശീലനത്തിനും നമ്മുടെ ഇടവക കുടുംബങ്ങൾക്കുമൊക്കെ കഴിയണമെന്നുള്ളൊരു സൂചന സാറിൻ്റെ വാക്കുകളിൽ കേൾക്കാൻ കഴിഞ്ഞു. അമ്മച്ചിമാരുടെ ഭാഗത്ത് നിന്ന് ആരാണെന്ന് തയ്യാറാകുക? ഒരാളൊന്ന് കൈ ഉയർത്താമോ? അമ്മച്ചിമാരുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലും ഒരാളൊന്ന് തയ്യാറായി? അവിടെ ഒരു കൈ ഉയർത്തുന്നുണ്ട്. അവിടെ ഒന്ന് എഴുന്നേറ്റേ.
എഴുന്നേറ്റ് ഇങ്ങോട്ട് വാ. എഴുന്നേറ്റ് നടുവിലൂടെ ഇങ്ങോട്ട് വന്ന് ഒരു നല്ല വെടിക്കെട്ട് കയ്യടി കൊടുത്തേ. എഴുന്നേറ്റ് വരുന്നയാൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കുമ്പോൾ വരുവാനൊരു ഊർജ്ജമുണ്ടാകും, പറയുവാൻ ഒരു ഊർജ്ജമുണ്ടാകും. ഓക്കെ, ഇവിടെ വന്നു. ചോദ്യം കേട്ടിട്ടുണ്ടല്ലോ നേരത്തെ അല്ലേ? പറഞ്ഞു. വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മത അധ്യാപകരെല്ലാവരും ചേർന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ മതബോധന രംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഇവിടുത്തെ മതബോധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ പൂർവികരായിട്ട് നമുക്ക് കിട്ടിയ വിശ്വാസം നമ്മുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് വളരെയധികം താല്പര്യത്തോടു കൂടി, അതായത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നമ്മുടെ അധ്യാപകർ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കുന്നത്. അതുപോലെ അവരുടെ ആ സേവനം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. വളരെ ത്യാഗപൂർണമായിട്ട് തന്നെയാണ് അവർ ഈ മതബോധന രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത് നമ്മളുടെ മക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മുടെ അധ്യാപകർ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഈ വർഷത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് നന്മയിൽ വളരാം എന്നുള്ള ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ അധ്യാപകർ നമ്മുടെ മക്കൾക്ക് നന്മകൾ പറഞ്ഞു കൊടുത്ത് അവർ ബൈബിൾ കലോത്സവങ്ങൾ ഞായറാഴ്ചകളിൽ നടത്തുന്നു. അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ, പരിശീലനങ്ങളൊക്കെ അവർക്ക് നൽകുന്നു. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പിള്ളേർക്ക് പ്രചോദനകരമാണ്. പിന്നെ ഒന്ന് പറഞ്ഞാൽ സൺഡേ സ്റ്റാറായിട്ട് ഞായറാഴ്ചകളിൽ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്നു. അത് അവരുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന, അതായത് യൂണിറ്റിൽ ഞാൻ പറഞ്ഞു കേട്ടു, അതായത് ഇല്ലാതിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ തിരുവചന ഭാഗങ്ങൾ, ഓരോ തിരുവചനം ഓരോ ഞായറാഴ്ചകളിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട് കൊടുക്കും. നെക്സ്റ്റ് സൺഡേയിൽ വരുമ്പോൾ അവരത് പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയിട്ടാണ് വരുന്നത്. അങ്ങനെ 10-15 തിരുവചനങ്ങൾ വരെ ഹൃദ്യസ്ഥമാക്കിയ കുട്ടികൾ നമ്മളുടെ ഇടവകയിലുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നല്ല അഭിപ്രായമാണ് അമ്മച്ചിമാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. പരമ്പരാഗതമായി കൈമാറിക്കിട്ടിയ ആ വിശ്വാസം ഏറ്റവും നന്നായി ഊട്ടിയുറപ്പിക്കുവാനായിട്ട് മതബോധന അധ്യാപകർ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വചനം കൂടുതലായിട്ട് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് മതാധ്യാപകർക്ക് കഴിയുന്നുണ്ട് എന്ന് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് അറിയേണ്ടത് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ കരിപ്പാശ്ശേരി പള്ളിയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കൊണ്ടിട്ട് ഞാൻ 2 ചെറിയ സമ്മാനം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സമ്മാനം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്ത് കൊടുത്താൽ അതൊരു മുഖപരിചയം കൊണ്ട് കൊടുക്കുകയാണെന്ന് പറയും. അതുകൊണ്ട് ആ സമ്മാനം തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഉത്തരം പറയുന്നയാൾ, ഉത്തരം കൃത്യമായിട്ട് അറിയാവുന്നയാൾ കൈ ഉയർത്തിയാൽ മതി. നമുക്കിവിടെ വന്ന ഉത്തരം പറഞ്ഞ് സമ്മാനം വാങ്ങാം. റെഡിയാണോ? മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് കേട്ടോ. അതുകൊണ്ടിട്ട് ആദ്യം കേൾക്കുന്ന ആൾ, കൃത്യമായി ഉത്തരം അറിയുന്ന ആൾ പെട്ടെന്ന് കൈ ഉയർത്തണം. ചോദ്യം ഇതാണ്: യേശുവിൻ്റെ ജ്ഞാനസ്നാനം എവിടെ വെച്ച്, ആരിൽ നിന്ന്? യേശുവിൻ്റെ ജ്ഞാനസ്നാനം എവിടെ വെച്ച്, ആരിൽ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ 1, 2, 3, 4, 5, 6 പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. ആദ്യത്തെ കൈ ഉയർത്തിയ ആൾ ഇപ്പോഴും താത്തിയിട്ടില്ല, ആ ചേച്ചിയാണ്. വരൂ, ഇങ്ങോട്ട് വരൂ. ഉത്തരം എന്തുമാകട്ടെ, നല്ലൊരു കൈയടി കൊടുത്തേ. പേരൊന്ന് പറഞ്ഞേ. മേരി തോമസ്. എൻ്റെ ചോദ്യം കേട്ടല്ലോ. യേശുവിൻ്റെ ജ്ഞാനസ്നാനം എവിടെ വെച്ച്, ആരിൽ നിന്ന് എന്നാണ് ചോദിച്ചത്. ജോർദാൻ നദിയിൽ വെച്ച്, യോഹന്നാനിൽ നിന്നും. യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് എന്നാണ് പറയുന്നത്. ശരിയാണോ? സ്നാപക യോഹന്നാനാണോ? കൃത്യമായ ഉത്തരമല്ലേ പറഞ്ഞത്? പിന്നെന്താ നോക്കിയിരിക്കുന്നു? നല്ല കയ്യടി കൊടുക്കണ്ടേ നല്ല ഒരു ഉത്തരം പറയുമ്പോഴൊക്കെ. മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9ഉം 10ഉം വാക്യങ്ങളിലാണ് ആ ഉത്തരം കിടക്കുന്നത്. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും മുറുക്കെ പിടിച്ചോ. നല്ല അപ്പൻ്റെ ചാവരുൾ എന്നൊരു പുസ്തകവും അമ്മച്ചിമാരൊക്കെ വായിച്ച് പഠിക്കേണ്ട ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കയ്യടി കൂടി കൊടുത്തേ. ഇവിടെ നോക്ക്, ഒരു പഞ്ച് തന്നെ. രണ്ടാമത്തെ ചോദ്യം:
ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അമ്മിച്ചിമാരടിച്ചു മാറ്റിക്കൊണ്ടുപോയി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മരുഭൂമിയിലായിരുന്ന യേശു ആരുടെ കൂടെ ആയിരുന്നു? അവിടെ ഒരു കൈ വളരെ പെട്ടെന്ന് ഉയർന്നിട്ടുണ്ട്. ഏറ്റവും പിന്നിൽ ചേട്ടന്മാരുടെ ഭാഗത്ത് എഴുന്നേറ്റ് വരൂ. അവിടെ ഒരു കൈ ഉയർന്നിട്ടുണ്ട്. കൈയടിച്ചോ? വളരെ പ്രസന്നവദനായിട്ട്. ഇവിടെ എല്ലാവരും പുഞ്ചിരിക്കാരാണ്. വികാരിച്ചനെ ആദ്യം കണ്ടപ്പോൾ വികാരിച്ചൻ വളരെ മനോഹരമായ പുഞ്ചിരിയായിരുന്നു. പേരെന്ന് പറഞ്ഞേ? പേര് ബെന്നി. ആ കൈക്കാരനാണെന്ന് ഇവിടെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം ചിരിക്കണം. അപ്പം ചിരിച്ചേ പറ്റൂ. ഓക്കെ, എന്താണ് ആ ഉത്തരം? വന്യമൃഗങ്ങളുടെ കൂടെയായിരുന്നു. മരുഭൂമിയിലായിരുന്ന യേശു വന്യമൃഗങ്ങളോടുകൂടെയായിരുന്നു എന്നാണ് കൈക്കാരൻ ബെന്നി പറയുന്ന ഉത്തരം. ഉത്തരം ശരിയാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ കയ്യടി മുഴങ്ങിക്കഴിഞ്ഞു. അപ്പം പിന്നെ ആ ഉത്തരം തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അല്ലേ? മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 ആ വചനവാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് ബെന്നി സാറിൻ്റെ ഓർമ്മയിലുണ്ട്. ഗുഡ്നസ് ടിവിയുടെ മൊമെൻ്റോയും നല്ലപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. 2 ചോദ്യങ്ങൾ. വളരെ കൃത്യമായ ഉത്തരമാണ് കരിപ്പാശ്ശേരി ഇടവക സമൂഹം നൽകിയിട്ടുള്ളത്. നേരത്തെ മാതാപിതാക്കൾ സൂചിപ്പിച്ചതുപോലെ വചനം കൂടുതലായിട്ട് ഇടവക സമൂഹത്തിൽ നിറയുന്നത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ ഉപകാരപ്രദമാണ്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിയാനുണ്ടായത്. ഞങ്ങളുടെ പിതാവും മാതാവുമായ ദൈവമേ, ഞങ്ങളുടെ കൂടെയുള്ള അങ്ങയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. രക്ഷകനായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക ഞങ്ങളിൽ പ്രകാശിക്കുവാൻ കൃപ ചൊരിയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നവീകരിക്കുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ദാനങ്ങളായ ജ്ഞാനവും ആത്മശക്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നിറവേറ്റുവാൻ അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും സാഹോദര്യത്തിൻ്റെയും സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിലൂടെ കുട്ടികൾ വായിച്ചെടുക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കണമേ. വിശ്വാസ പരിശീലന ശുശ്രൂഷയിൽ പങ്കാളികളാവുന്ന ഞങ്ങളെയും കുട്ടികളെയും കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. വിശ്വാസദായക വിജ്ഞാനസാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാനസാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വചനം പഠിക്കുവാൻ, വചനം ജീവിച്ചിടാൻ, വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ, വിളവേറി നൽകിടും വയലായൊരുക്കണി, വിശുദ്ധി ലക്ഷ്യമായി മുന്നേറിടാൻ. വിശ്വാസദായക വിജ്ഞാനസാരമേ, വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. ഈശോ നീ ബാല്യത്തിൽ വളർന്ന പോലെ ഈ ലോകെ എന്നെ നയിച്ചിടണമേ. ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രീതി നേടാൻ നിന്റെ അരൂപി നൽകിടണേ. എന്നുള്ളിൽ പതിയും നിൻ വചനങ്ങളെ എന്നാളും കർമ്മങ്ങളാക്കി മാറ്റാൻ, എൻ മാതാപിതാക്കളെ ഗുരുഭൂതരെ എന്നെന്നും ബഹുമാനത്തോടെ കാണാൻ, എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ. ദൈവം എൻ്റെ പിതാവാണ്. യേശു എൻ്റെ രക്ഷകനും നാഥനുമാണ്.
പരിശുദ്ധാത്മാവ് നിത്യവും എന്നെ നയിക്കുന്നു. ദൈവരാജ്യമാണ് എൻ്റെ ലക്ഷ്യം. തിരുസഭ എൻ്റെ മാതാവാണ്. കത്തോലിക്ക സഭയിൽ അംഗമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. സത്യത്തിൽ അടിയുറച്ചതും നീതിയിൽ സന്തോഷിക്കുന്നതും സ്നേഹത്തിൽ നിലനിൽക്കുന്നതുമായ ജീവിതം നയിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഭാരതം എൻ്റെ ജന്മനാടാണ്. എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. എല്ലാവരെയും, വിശിഷ്യ എൻ്റെ പിതാക്കന്മാരെയും ഗുരുബോധരെയും ഞാൻ ആദരിക്കുന്നു. സഭയോടൊത്ത് നാടിനു വേണ്ടി ഞാൻ സേവനം ചെയ്യും. വിശ്വാസത്തിനു വേണ്ടി ജീവൻ നയിക്കാനും ഞാൻ തയ്യാറാണ്. കരിപ്പാശ്ശേരി ദേവാലയത്തിലെ മതാധ്യാപകരുടെ പ്രാർത്ഥനയും പ്രവേശന ഗാനവും പ്രതിജ്ഞയും നാം കണ്ടു കഴിഞ്ഞു. അടുത്തത് വിശുദ്ധനെ പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധനെ പരിചയപ്പെടുത്തുന്നത് സനിയ ബിജു, +1 വിദ്യാർത്ഥിയാണ്. സനിയയുടെ വാക്കുകളിലൂടെ ഏത് വിശുദ്ധനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് എന്ന് നോക്കാം. വിശുദ്ധ ചാൾസ് ബറോമിയ. വിശ്വാസ പരിശീലകരുടെ സ്വർഗീയ മധ്യസ്ഥനായ ചാൾസ് ബറോമിയ 1538 ഒക്ടോബർ 2 മിലാനിലെ പ്രസിദ്ധവും സമ്പന്നവുമായ ബറോമിയ കുടുംബത്തിൽ ജനിച്ചു. ദൈവസ്നേഹത്തിലും നന്മയിലും കുഞ്ഞു ചാൾസിനെ വളർത്താൻ മാതാപിതാക്കൾ പരിശ്രമിച്ചു. പാവങ്ങളുടെ നേരെയുള്ള കാരുണ്യം ആ കൊച്ചു ബാലനിൽ നിറയെ ഉണ്ടായിരുന്നു. തനിക്കുള്ള സ്വത്തിൽ ചിലവ് കഴിഞ്ഞ് ബാക്കി മുഴുവനും പാവങ്ങൾക്കുള്ളതാണെന്ന് 12 വയസ്സുള്ളപ്പോഴേ ചാൾസ് പറയുമായിരുന്നു. പഠനം, സ്ഥിരോത്സാഹം, ലാളിത്യം എന്നിവയിൽ ചാൾസ് എല്ലാവർക്കും മാതൃകയായിരുന്നു. 4-ാം പിയൂസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട കാർഡിനൽ ചാൾസിൻ്റെ മാതൃ സഹോദരനായിരുന്നു. ഒരു വൈദികനാകാൻ പറ്റിയ വ്യക്തിയാണ് ചാൾസ് എന്ന് മനസ്സിലാക്കിയ കാർഡിനൽ അന്നുവരെ അത്മായൻ മാത്രമായിരുന്ന ചാൾസിന് 22-ാമത്തെ വയസ്സിൽ ഡീക്കൻ പട്ടം നൽകി. ചാൾസിൻ്റെ സാമർഥ്യം പരിഗണിച്ച് വത്തിക്കാനിൽ പല ഉദ്യോഗങ്ങളും നൽകി. ഒടുവിൽ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു. തൻ്റെ 25-ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിന് പ്രത്യേകം പദ്ധതികളുണ്ട്. വൈദികനായ ചാൾസിൻ്റെ കാര്യത്തിൽ ആ പദ്ധതികൾ അത്ഭുതങ്ങളായിരുന്നു. ആ യുവ വൈദികൻ അധികം താമസിക്കാതെ മിലാൻ രൂപതയുടെ മെത്രാനായി ഉയർത്തപ്പെട്ടു. തുടർന്ന് തൻ്റെ മുഴുവൻ സമയവും മിലാൻ രൂപതയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നീക്കിവെച്ചു. തീഷ്ണതയുള്ള വൈദികരെയാണ് അത്യാവശ്യം. അതിനായി പുതിയ സെമിനാരികൾ സ്ഥാപിക്കാനും പഴയത് പുനരുദ്ധീകരിക്കുവാനും പ്രയത്നിച്ചു. അതിൻ്റെ ഫലമായി ഉയർന്ന നിലവാരം പുലർത്തിയ സെമിനാരികളിൽ നിന്ന് അനേകം നല്ല വൈദികർ പുറത്തു വന്നു. മതപഠനം പരമപ്രധാനമാണെന്ന് മനസ്സിലാക്കിയ മെത്രാൻ ഒരു സംഘടന സ്ഥാപിക്കുകയും അതിലെ അംഗങ്ങൾക്ക് വേദോപദേശം പഠിപ്പിക്കുവാനുള്ള ചുമതല നൽകുകയും ചെയ്തു. ചില സന്ദർഭങ്ങളിൽ ബിഷപ്പ് തന്നെ വേദപാഠം പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും മുന്നിട്ടിറങ്ങി. അദ്ദേഹം ആവിഷ്കരിച്ച ഈ മതപഠന സമ്പ്രദായം കത്തോലിക്ക സഭ ഏറ്റെടുക്കുകയും ഇന്ന് കാണുന്ന രീതിയിലുള്ള വിശ്വാസ പരിശീലന വിഭാഗം എല്ലാ ഇടവകകളിലും സ്ഥാപിക്കുകയും ചെയ്തു. മിലാനിലും സമീപ പ്രദേശങ്ങളിലും ക്ഷാമത്തിൻ്റെയും പട്ടിണിയുടെയും കാലത്ത് 6000 മുതൽ 7000 പേർക്ക് വരെ അദ്ദേഹം ഭക്ഷണം നൽകുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഈ ഏറ്റവും എളിയ സഹോദരന്മാർക്ക് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന തൻ്റെ ദിവ്യഗുരുവിൻ്റെ വചസ്സുകളിൽ അത്രമേൽ വിശ്വസ്തമായിരുന്നു. കഠിനമായ അധ്വാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തളർത്തി. ഈ ലോകത്തിലെ തൻ്റെ ജോലികൾ അവസാനിക്കാൻ പോകുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ധന്യപുരുഷൻ തൻ്റെ 46-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനം സ്വീകരിക്കാൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി. 1610 നവംബർ 1 അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു. എളിയവരായി ജീവിക്കുവാനും വലിയ നേട്ടങ്ങൾ ലോകത്തിന് നൽകാനും അങ്ങനെ സ്വർഗം സ്വന്തമാക്കാനും വിശുദ്ധ ചാൾസ് ബറോമിയ നമ്മെ പ്രചോദിപ്പിക്കുന്നു. വിശുദ്ധ ചാൾസ് ബറോമിയയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് കേട്ടത്. കരിപ്പാശ്ശേരി ദേവാലയത്തിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്താണ്? എത്ര കുട്ടികൾ, എത്ര അധ്യാപകർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് മതബോധനത്തിൻ്റെ പ്രധാന അധ്യാപകൻ ജോൺ പോൾ കാച്ചപ്പള്ളി സാറ് കൂടെയുണ്ട്. സാറിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കുട്ടികളുടെ എണ്ണവും അധ്യാപകരുടെയും ഒക്കെ കാര്യങ്ങളെ തിരിച്ചറിയാം. വിശുദ്ധ അഗസ്തീനോസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ കാറ്റഗിസം സമർപ്പണ മനോഭാവമുള്ള 15 അധ്യാപകർ നല്ല രീതിയിൽ നടത്തി വരുന്നു. ഞങ്ങൾക്ക് 53
വിദ്യാർത്ഥികളാണുള്ളത്. അവർക്ക് ഞങ്ങൾ കാറ്റിസം പാഠഭാഗങ്ങൾ കൂടാതെ വചനാധിഷ്ഠിതമായ മറ്റെല്ലാ കാര്യങ്ങളും, ബൈബിൾ അധിഷ്ഠിതമായ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്ത് അവരെ ആത്മീയമായി ഞങ്ങൾ വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ കരിപ്പശ്ശേരി ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണുവാനും തിരിച്ചറിയുവാനുമുണ്ട്. ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ ഈ കാഴ്ചയിൽ, ഈ ദേവാലയത്തിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ചകളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങളുടെ ദേവാലയത്തിലേക്ക് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഗുഡ്നസ് പാരിഷ് മീറ്റിന് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 8606420099 048027000893. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഈ ദേവാലയത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.